രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത് സ്ത്രീകളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തി ഭീഷണിപ്പെടുത്തി എന്നീ വകുപ്പുകൾ ഉപയോഗിച്ചാണ്. ക്രൈംബ്രാഞ്ചാണ് നിലവിൽ ഇപ്പോൾ കേസ് അന്വേഷിക്കുകയും ചെയ്യുന്നത്. എന്നാൽ അതിൽ 10 പരാതികൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴുള്ള ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് സ്ത്രീകൾ ആരും അല്ലെങ്കിൽ ഈ ലൈംഗികാരോപണം ഉന്നയിച്ച ആരും ഇതുവരെ നേരിട്ട് ക്രൈംബ്രാഞ്ചിനോ അന്വേഷണ സംഘത്തിനോ പരാതി നൽകിയിട്ടില്ല എന്നുള്ളതാണ്. മൂന്നാമത് വ്യക്തികൾ, അതായത് ഈ മാധ്യമങ്ങളുടെ വാർത്ത കേട്ടറിഞ്ഞ 10 പേരാണ് ഇപ്പോൾ പോലീസിൽ അന്വേഷണ സംഘത്തിന് പരാതി നൽകുകയും ചെയ്തിട്ടുള്ളത്. ഈ സാഹചര്യത്തിലാണ് ഈ ആരോപണം ഉന്നയിച്ച മാധ്യമങ്ങളിലൂടെ അടക്കം വന്ന് ആരോപണം ഉന്നയിച്ചവരുടെ മൊഴിയെടുക്കാൻ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം നീക്കം നടത്തുകയും ചെയ്യുന്നത്. അതിൽ ഇപ്പോൾ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള അവന്തിക മാത്രമാണ് രാഹുലിന്റെ പേര് പറഞ്ഞ് ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. മറ്റാരും രാഹുലിന്റെ പേര് പറഞ്ഞിട്ടില്ല. കൂടാതെ ഈ മാധ്യമങ്ങളിലൂടെ വന്ന ശബ്ദ സന്ദേശങ്ങൾ, സ്ക്രീൻഷോട്ടുകൾ അവരാരും മൊഴി രേഖപ്പെടുത്താനോ അല്ലെങ്കിൽ മൊഴി നൽകാനോ പോലീസിൽ പരാതി നൽകാനോ ഇതുവരെ തയ്യാറായിട്ടില്ല. അതുതന്നെയാണ് ക്രൈംബ്രാഞ്ചിന് ഏറ്റവും വലിയൊരു വെല്ലുവിളിയായി അന്വേഷണത്തിൽ നിൽക്കുകയും ചെയ്യുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ ആരോപണം ഉന്നയിച്ചവരെ അന്വേഷിച്ച് കണ്ടെത്തി അങ്ങോട്ട് ചെന്ന് മൊഴി രേഖപ്പെടുത്താൻ ക്രൈംബ്രാഞ്ച് ഒരുങ്ങുന്നത്. ഈ മൊഴിയിൽ ശക്തമായ തെളിവുകൾ ലഭിച്ചാൽ മാത്രമേ അന്വേഷണം മുന്നോട്ട് നീങ്ങുകയുള്ളൂ എന്നൊരു പ്രതിസന്ധിയുമുണ്ട്. നിലവിൽ ഈ ഗർഭചിത്രം നടത്തി എന്ന് പറഞ്ഞ് പുറത്തു വന്ന ഓഡിയോ സന്ദേശം, സ്ക്രീൻഷോട്ടുകൾ, മെസ്സേജുകൾ അതൊക്കെ ആരാണ് എന്നുള്ളത് ഇപ്പോഴും അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരെ അന്വേഷിച്ച് കണ്ടെത്തുക, ഈ സ്ത്രീകളുടെ അടുത്ത് നേരിട്ട് ചെന്ന് മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ഇപ്പോൾ ലക്ഷ്യമിടുകയും ചെയ്യുന്നത്. ആ ലക്ഷ്യം പൂർത്തീകരിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ ഈ സ്ത്രീകൾ കൃത്യമായി മൊഴി നൽകിയാൽ മാത്രമേ രാഹുലിനെതിരെയുള്ള പരാതി ശക്തമാവുകയും അല്ലെങ്കിൽ ആ കേസ് മുന്നോട്ട് പോവുകയും ചെയ്യുകയുള്ളൂ എന്നുള്ള കാര്യം ഇപ്പോൾ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ 10 പരാതികൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ആ 10 പരാതികളും നൽകിയിട്ടുള്ളത് തേർഡ് പാർട്ടികളാണ്. ഈ മാധ്യമങ്ങളിലൂടെ ഈ വാർത്ത കേട്ടറിഞ്ഞവർ, പൊതുപ്രവർത്തകർ എന്നിവരാണ് ഇപ്പോൾ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. എന്നാൽ ഈ ആരോപണം ഉന്നയിച്ചവരുടെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഈ ശബ്ദ സന്ദേശം അടിസ്ഥാനമാക്കി, അതുപോലെ തന്നെ പുറത്തു വന്ന തെളിവുകൾ അടിസ്ഥാനമാക്കി ആണ് അന്വേഷണം നടക്കുന്നത്. അതുപോലെ തന്നെ ഈ ശബ്ദ സന്ദേശം അത് രാഹുലിൻ്റെതാണോ എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതും ക്രൈംബ്രാഞ്ചിന് മുന്നിലുള്ള ഒന്നാമത്തെ നടപടിയാണ്. മുഖ്യമന്ത്രി തന്നെ രാഹുലിനെതിരെ അന്വേഷണം നടത്തും, അതിൽ നടപടികൾ ഉണ്ടാകുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതിന്റെ ഒന്നാമത്തെ നടപടിയായിട്ടാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഈ ആരോപണം ഉന്നയിച്ചവരുടെ മൊഴിയെടുക്കാൻ നീങ്ങുന്നത്.